മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന്റെ ഭാഗമായി AICC നിരീക്ഷകർ ഘടകകക്ഷി നേതാക്കളുമായി ചർച്ച നടത്തുമെന്ന് ഷെബീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് വൈകുന്നേരം 4:30 മണിക്ക് മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച ഫിക്സ് ചെയ്തു എന്നാണ് വിവരം. ഷെബീദ് വിശദാംശങ്ങൾ നൽകും. ഷെബീദ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയും. വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ AICC നിരീക്ഷകർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള കാര്യം. നമ്മൾ ഇന്ന് രാവിലെ മോർണിംഗ് ഷോയിൽ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യമായിരുന്നു. അതായത് നമ്പർ നോക്കി MLA-മാരുടെ പിന്തുണ നോക്കി പരിഗണിക്കുകയാണെങ്കിൽ അത് KC വേണുഗോപാലിനായിരിക്കും സാധ്യത കൂടുതലെന്ന്. പക്ഷേ അപ്പോഴൊക്കെ ഈ VD സതീശൻ പക്ഷം ആവർത്തിച്ച് പറഞ്ഞ രണ്ടു കാര്യങ്ങൾ. ഒന്നാമത്തേത് ഘടകകക്ഷികളുടെ അഭിപ്രായം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തേടണം. രണ്ടാമത്തേതാകട്ടെ ഈ ചർച്ചകൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള ചർച്ചകൾ നടത്തുമ്പോൾ ദീപദാസ് മുൻഷിയെ സാന്നിധ്യം ആ ചർച്ചയിൽ ഒഴിവാക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ ഒന്നാമത്തെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു. ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളോട് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആര് എന്നതിൽ ചർച്ച നടത്താൻ ഇപ്പോൾ AICC നിരീക്ഷകർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുകുൾ വാസ്നിക്കും അതേപോലെ അജയ് മാക്കർ ഉൾപ്പെടെയുള്ള AICC നിരീക്ഷകർ ഇന്ന് ഘടകകക്ഷികളെ കാണും. വൈകിട്ട് 4:30 ഘടകകക്ഷികളുമായി തിരുവനന്തപുരത്തായിരിക്കും ചർച്ച നടത്തുക. അവരെ കേൾക്കും. ആർക്കായിരിക്കും പിന്തുണ കൊടുക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിർണായകമാണ്. നേരത്തെ തന്നെ ലീഗ് നേതൃത്വം അവരുടെ നിലപാട് VD സതീശന് അനുകൂലമായി പറഞ്ഞു കഴിഞ്ഞു. സ്വാഭാവികമായി മറ്റ് ഘടകകക്ഷികളുടെ നിലപാട് ഈ വിഷയത്തിൽ നിർണായകമാകും. മാത്രമല്ല ഇതിനോടകം തന്നെ മുസ്ലിം ലീഗ് നേതാക്കളടക്കം തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അവരടക്കം പറയുന്ന പേര്, അവരടക്കം പറയുന്ന കാര്യം അത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആര് എന്നതിൽ ഏറ്റവും പ്രധാനമായി മാറും. അല്പസമയത്തുള്ള 10:30 നിയമസഭാ കക്ഷി യോഗം വെച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചർച്ചകൾ. അതായത് MLA-മാരെ ഒറ്റയ്ക്കായി കാണും. അതിനുശേഷം വൈകിട്ട് 4:30 ഘടകകക്ഷികളിൽ നിന്നും ഇക്കാര്യത്തിൽ അഭിപ്രായം തേടും. ഓക്കെ, താങ്ക് യു ഷെബീദ് റാവുത്തർ. എന്തായാലും സമാധാനപരമായി അവരൊരാളെ തിരഞ്ഞെടുക്കട്ടെ. കാരണം എത്രയും പെട്ടെന്ന് തിരഞ്ഞെടുത്താൽ അത്രയും നല്ലത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.